എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പിള്ളേർക്കൊക്കെ മുടക്കായിരുന്നു. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 26. അപ്പോൾ എല്ലാവർക്കും മുടക്കായിരുന്നു. ആദ്യം തന്നെ ഒരു ദുഃഖ വാർത്ത. നമ്മുടെ MG റോഡിൽ ഇന്ന് കാലത്ത് ഒരു ബൈക്ക് യാത്രികനും അമ്മയും ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്പലത്തേക്ക് പോയിരുന്നു, വടക്കുന്നാഥനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MG റോഡിൽ വെച്ചിട്ട് കുഴി കണ്ടിട്ട് വെട്ടിച്ചതാണ്. ബസ് ഇടിച്ചു മരിച്ചു ചെക്കൻ. അപ്പോൾ നമ്മുടെ ഈ വിഷയം എന്ന് പറയാൻ എന്നോട് പറഞ്ഞത് സഞ്ജു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ റോഡ്, നമ്മൾ പുഴക്കിലായാലും നമ്മുടെ തൃശ്ശൂർ അയ്യന്തോട് വഴിയായാലും ഏത് വഴിയായാലും ആകെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ വെട്ടിൽ ചാടിച്ചിട്ട് പോകാറുണ്ട്. പക്ഷേ ഈ വെട്ടിൽ ചാടിച്ചിട്ട് പോകുമ്പോൾ എങ്ങാനും നമ്മുടെ ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ നമ്മൾ വീഴുന്ന വല്ല വണ്ടിക്കാരുടെ അടിയിലേക്കാവും. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ ജീവൻ പൊലിഞ്ഞിട്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരു ജീവൻ്റെ വില, ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ബാക്കി എന്തും നമുക്ക് പൈസയോ വേറെ ജനപിന്തുണയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ജീവൻ്റെ വില വലുതാണ്, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബസ് ഓടിക്കുന്നതായാലും എന്ത് വാഹനം ഓടിക്കുന്നതായാലും ബൈക്കിൽ പോണവരും മനുഷ്യന്മാരാണ്. ബൈക്കിൽ പോണവരും ചിന്തിക്കുന്നത് എല്ലാവർക്കും പോകണം, എനിക്ക് മാത്രം പോയാൽ മതി എന്നല്ല. നമ്മൾ റോഡിൽ പോകുമ്പോൾ പാലിക്കേണ്ട ഒരു സാമാന്യം മര്യാദയുണ്ട്. എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാവർക്കും പോകാനുള്ളത് നമുക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, നിനക്ക് മാത്രമല്ല. അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് വേണം പോകാൻ. നമ്മൾ കലഹിക്കാൻ നിൽക്കരുത്. പണ്ടൊക്കെ ഞാനും കലഹിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ തെറ്റാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും റോഡിലൂടെ സഞ്ചരിക്കണം. പിന്നെ ഇതെനിക്ക് വളരെ വിഷമം തോന്നി. പിന്നെ ആ ന്യൂസ് കാലത്ത് 9:30 സംഭവിച്ചത് എന്ന് പറയുന്നത് കേട്ടത്. ഞാനൊരു 10 മണി 10:30 ആയപ്പോൾ 11 മണിയൊക്കെയാണ് ഞാൻ ന്യൂസ് അങ്ങനെ നമ്മുടെ ബാക്ക് ഓഫീസിൽ വായിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കാണ് സഞ്ജു കണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ വേറെ കാര്യം പറയാൻ പറ്റില്ല, തമാശയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി ഇത് തിരക്കിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ കഥകൾ പറയും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, പാലത്തിൻ്റെ ചൂട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പലതും പല കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ഡിന്നർ ദോശ, നൈസ് ചമ്മന്തി. ഇത് വെറും തക്കാളി. എന്താ പറയുക ഇതിൻ്റെ റെസിപ്പി? തക്കാളി, സവോള, മുളക് പൊടി, ഉപ്പ്. അത് മാത്രമല്ല. പിന്നെ നമ്മുടെ കാലത്തെ കടലുപ്പേരി അല്ല, കടലക്കറി ആയിരുന്നു ഭാര്യ ഉദ്ദേശിച്ചത്. കരണ്ട് കാണുന്നില്ല, മിക്സി അരയ്ക്കാൻ നമുക്ക് പറ്റില്ല, അമ്മയും അരച്ച് നമ്മൾ പറ്റില്ല. ഈ സംഭവം മാൽക്കിസ്റ്റ്. പക്ഷെ ഇതിങ്ങനെ കാണണം, കണ്ട. ഇത് ചീസാന്നൊക്കെ പറയണത് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ട്. അതിൽ ചീസൊന്നല്ലാന്ന് പറയാനും കേട്ടിട്ടുണ്ട്. ഇത് പരസ്യത്തിന് വേണ്ടിയിട്ട് ഇത് എന്താ വേറെ എന്തൊക്കെയാണ് പറയാൻ കേട്ടുള്ളത്. പക്ഷെ അത് പിള്ളേർക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് മാൽക്കിസ്റ്റ്. അപ്പോൾ നമ്മൾക്കൊന്ന് കഴിച്ചു നോക്കാം. യൂണിക്കായി ആണല്ലേ. ഇതിൻ്റെ മാനുഫാക്ചർ ആരാ? മയൂര. ഇത് 8 പീസിന് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ചീസ് ഫ്ലേവറാ. വെറുതെ അല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടണം. മുകളിൽ പഞ്ചസാരയാ. പുറത്ത് നല്ല മഴ കേട്ടോ, കിടക്കാറ്റ് മഴ.
ഞാനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഒരുപാട് ഓട്ട് കമ്പനികളുടെ ജീർണിച്ച അവസ്ഥ ഉണ്ട്. ഓട്ട് കമ്പനിയുടെ മറ്റേ ചിമ്മിനി മാത്രമുള്ളൂ, സ്ഥലങ്ങളൊക്കെ പോയി. അത് മാത്രം എപ്പോഴും അവശേഷിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ അതിനുണ്ടൊരു കഥ അല്ലേ, ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ വെറൈറ്റി കണ്ടന്റുകൾ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ പ്രിൻസ് സിനിമ കണ്ടു. ദിലീപിലെ. നമ്മളതേപോലെ ഒന്നും അല്ല കേട്ടാ, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണവരല്ല. ഉണ്ടാവുമായിരിക്കും. നമുക്ക് അതിനിടയിൽ ഇത് കഴിച്ചേണ്ടത് മറന്നു. ദോശ കഥ പറയണ തിരക്കില് ദോശ കഴിച്ച കാര്യം വന്നു. ചമ്മന്തി ചമ്മന്തി പാര കിട്ടിക്കാച്ചി എന്ത് എന്തായാലും കിട്ടിക്കിട്ട് പറയാ. അപ്പോ പ്രിൻസ് സിനിമ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ടാവൂലേ. ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്ന പ്രൊമോഷനൊന്നുമല്ല. പ്രൊമോഷന് വിളിച്ച ആൾക്കാരോട് വരെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിക്കുകയുണ്ടായിരുന്നു. എൻ്റെ പ്രൊമോഷന് വിളിച്ച 2-3 ടീംസ് ഉണ്ട്. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞു, ഞാൻ ആദ്യം കഴിച്ച് നോക്കാതെ എനിക്ക് പ്രൊമോഷൻ പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു ഹോട്ടലിൽ കയറി നിന്നിട്ടും 10 ഐറ്റം, അവരെല്ലാം 10 ഐറ്റം ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല. നമ്മൾ വീട്ടിലൂടെ കിടമുണ്ട്. ഒരു 10 ഐറ്റം ഓർഡർ ചെയ്തിട്ട് ആ 10 ഐറ്റം നമ്മൾ കഴിക്കണം. എന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഞാനപ്പോൾ എന്താ ചെയ്യുന്നല്ലോ, എന്നെ പ്രൊമോഷൻ വിളിച്ചായിരുന്നു. നിങ്ങൾ പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും. അവരോട് ഞാൻ പറഞ്ഞ ആ ഐറ്റം തായോ ഞാൻ മേടിച്ചു തുടങ്ങും. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിച്ച് കാണിച്ചു. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് കഴിച്ച് ഞാൻ തൃപ്തിപ്പെട്ട വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ കഥയൊക്കെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രം മതിയില്ല, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്നിലൂടെ കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അത് ഞാൻ ചെയ്യും. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.